ഇന്ന് നമുക്ക് ജയിലിൽ നടന്ന ഒരു കൊലപാതകം, ആ കൊലപാതകം കണ്ടുപിടിക്കുവാനായി എത്തുന്ന പോലീസ് ഓഫീസർ, ആരാണ് കൊലപാതകം ചെയ്തിരിക്കുന്നത്, എന്തിനായിരിക്കാം അയാളെ കൊന്നത് എന്നതൊക്കെ കണ്ടെത്തുകയാണ് ഈ ഒരു സിനിമയിൽ. എങ്കിൽ നമുക്ക് 2026 റിലീസായ വധ് 2 എന്ന സിനിമയുടെ കഥ നോക്കിയാലോ. ഈ ഒരു സിനിമയുടെ ആദ്യത്തെ ഭാഗം കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, രണ്ട് കഥയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. എങ്കിൽ നമുക്ക് വേഗം രണ്ടാമത്തെ ഭാഗത്തിന്റെ കഥ നോക്കിയാലോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. കഥ ആരംഭിക്കുന്നത് ഗസ്റ്റ് ഹൗസിൽ ജോലി ചെയ്യുന്ന മഞ്ജു എന്ന സ്ത്രീയെ കാണിച്ചുകൊണ്ടാണ്. അവർ ജോലി ചെയ്യുന്ന ഗസ്റ്റ് ഹൗസിലേക്ക് ഒരു കാമുകിയും കാമുകനും എത്തുന്നുണ്ട്. അവർ ഒളിച്ചോടി വന്നതാ. എന്നാൽ ഈ മഞ്ജു ആണെങ്കിൽ അവരെ രണ്ടുപേരെയും കൊലപ്പെടുത്തി. ആ ഒരു കേസിൽ മഞ്ജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. അടുത്ത ദിവസം ആ ഒരു കേസ് കോടതിയിലേക്കും എത്തുന്നുണ്ട്. താൻ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം മഞ്ജു പറയുമ്പോഴും വക്കീൽ വാദിക്കുന്നത് കാശിനു വേണ്ടിയിട്ടാണ് മഞ്ജു അവരെ രണ്ടുപേരെയും കൊന്നുകളഞ്ഞത്. അവർ രണ്ടുപേരും താമസിക്കുന്ന റൂമിലേക്ക് എത്തിയ മഞ്ജു തന്റെ കയ്യിലുള്ള ടിഫിൻ കാരിയർ കൊണ്ടാണ് അവരെ അടിച്ച് കൊലപ്പെടുത്തിയതെന്നാണ് വക്കീൽ വാദിക്കുന്നത്. താനൊന്നും ചെയ്തില്ല എന്ന് മഞ്ജു പറയുമ്പോഴും സാഹചര്യ തെളിവുകളെല്ലാം മഞ്ജുവിനെതിരായതുകൊണ്ട് തന്നെ 28 വർഷം കഠിന തടവും 5000 രൂപ പിഴയും കോടതി വിധിക്കുന്നു. അങ്ങനെ മഞ്ജു ജയിലിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. ഇപ്പോൾ മഞ്ജു വയസ്സായിരിക്കുക. മാത്രവുമല്ല, ലേഡീസിന്റെ ജയിലിലെ അത്യാവശ്യം എല്ലാവരും അനുസരിക്കുന്ന ഒരാളായിട്ട് മഞ്ജു മാറിയിരിക്കുന്നു. മഞ്ജുവിന്റെ കയ്യിൽ ഒരുപാട് കാശുള്ളത് കൊണ്ട് തന്നെ അവിടെയുള്ള പോലീസുകാരൊക്കെ മഞ്ജു പറയുന്നത് കുറച്ചൊക്കെ അനുസരിക്കും. മാത്രവുമല്ല, ആ ജയിലിലുള്ള സ്ത്രീകൾക്കൊക്കെ എന്തെങ്കിലും കാര്യം വേണമെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു ലിസ്റ്റ് മഞ്ജുവിനാണ് കൊടുക്കുന്നത്. മഞ്ജു ആ ഒരു ലിസ്റ്റ് കൊണ്ടുവന്ന് അവിടെ ഒരു പോലീസിനെ മഞ്ജു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അയാളുടെ പേരാണ് ശംഭുനാഥ്. ശംഭുനാഥിനെ ഏൽപ്പിക്കും. മഞ്ജു കൊടുക്കുന്ന ലിസ്റ്റിലുള്ള സാധനങ്ങളൊക്കെ ശംഭുനാഥാണ് വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കുന്നതും. മഞ്ജുവും ശംഭുനാഥും പ്രണയത്തിലാണെന്ന് വേണമെങ്കിൽ പറയാം. ശംഭുനാഥ് ജോലി ചെയ്യുന്ന സ്റ്റേഷനിലേക്ക് പുതിയൊരു ഇൻസ്പെക്ടർ ചാർജ് എടുക്കുവാനായി എത്തുകയാണ്. ഇൻസ്പെക്ടറിന്റെ പേര് പ്രകാശ് എന്നാണ്. ഈ പ്രകാശ് അത്യാവശ്യം ജാതിയൊക്കെ നോക്കുന്ന ആളാണ്. താൻ സഞ്ചരിക്കുന്ന വണ്ടിയിലെ ഡ്രൈവർ ഏത് ജാതിയാണെന്ന് ചോദിച്ചിട്ട് തന്റെ ജാതിയാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ അയാളോടൊപ്പം സഞ്ചരിക്കൂ, അയാളുമായിട്ട് സഹകരിക്കൂ. അങ്ങനെ ഒരു ജാതി തലയ്ക്ക് കയറിയ ഒരാളാണ് ഈ പ്രകാശ്. പ്രകാശ് സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ പ്രകാശിന്റെ അടുത്ത് ഒപ്പ് വാങ്ങുവാനായിട്ട് ശംഭുനാഥും എത്തുന്നുണ്ട്. ശംഭുനാഥിനോട് തന്നെ ഏത് ജാതിയാണെന്ന് ചോദിച്ചിട്ടാണ് ഒപ്പിട്ട് കൊടുക്കുന്നത് പോലും. അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് ഈ പ്രകാശ്. അങ്ങനെ ശംഭുനാഥാണെങ്കിലോ മഞ്ജു പറഞ്ഞ സാധനങ്ങളെല്ലാം വാങ്ങി ജയിലിലേക്കും എത്തുന്നു. അന്നേ ദിവസം രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ മഞ്ജു കിടന്ന സെല്ല് അവിടുത്തെ ഓഫീസർ വന്ന് തുറന്നു കൊടുക്കുകയാണ്. മഞ്ജു സെല്ലിൽ നിന്നും പുറത്തേക്കും ഇറങ്ങുന്നുണ്ട്. മഞ്ജു കാശ് കൊടുത്ത് സെറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ആളാണ് ആ ഒരു ഓഫീസർ. അങ്ങനെ മഞ്ജു ആണെങ്കിലോ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ജയിലിന് അടുത്തായിട്ട് ഒരു ഇടനാഴിയുണ്ട്. ആ ഇടനാഴിയിലൂടെ നടന്ന് അതിന്റെ എൻഡിലേക്ക് വന്ന് നിൽക്കുകയാണ് മഞ്ജു. അവിടെ ചെറുതായിട്ടൊരു ഹോളുണ്ട്. ആ ഹോളിനപ്പുറത്തായിട്ട് ശംഭുനാഥ് വന്ന് നിൽക്കുന്നുണ്ട്. മഞ്ജു പറഞ്ഞ സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ടുവന്ന് നിൽക്കുകയാണ് ശംഭുനാഥ്. അതെല്ലാം മഞ്ജുവിന് കൊടുക്കുകയാണ്. മാത്രവുമല്ല, ഇവർ രണ്ടുപേരും അല്പം പ്രണയത്തിലായതുകൊണ്ട് തന്നെ മഞ്ജു ശംഭുനാഥിനോട് ചോദിക്കുന്നുണ്ട്, നമ്മൾ ഒരുപാട് വർഷമായല്ലോ പരിചയപ്പെട്ടിട്ട്, ഇതുവരെ നിങ്ങളുടെ ഫാമിലിയെ കുറിച്ച് പറഞ്ഞില്ലല്ലോ എന്ന് മഞ്ജു ചോദിക്കുമ്പോൾ ശംഭുനാഥ് പറയുന്നത്, എന്റെ ഭാര്യ മരിച്ചതിന് ശേഷം ഞാൻ ആകെ ഒറ്റപ്പെട്ടു പോയി. ആകെയുള്ള മകനും അവൻ വിദേശത്താണെന്നുള്ള കാര്യമാണ് ശംഭുനാഥ് പറയുന്നത്. മകൻ ശംഭുനാഥിനെ തിരിഞ്ഞു നോക്കത്തേയില്ല. നിങ്ങൾക്ക് പേരക്കുട്ടികളൊന്നും ഇല്ലെന്ന് ചോദിക്കുമ്പോൾ ഉണ്ട്, മകനൊരു മകളുണ്ട്, ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കാറുണ്ടെന്നുള്ള കാര്യം ശംഭുനാഥ് പറയുന്നു. ജയിലിൽ കൃഷി ഇറക്കുന്നുണ്ട്. അതെല്ലാം വിളവെടുക്കുന്ന സമയത്ത് കാശ് കൊടുത്ത് ശംഭുനാഥാണ് വാങ്ങുന്നത്. ശംഭുനാഥ് പതിവ് പോലെ തന്നെ വിളവെടുത്ത സാധനങ്ങളെല്ലാം കൊണ്ടുപോകുവാനായിട്ട് വണ്ടിയുമായി എത്തുന്നു. ആ ഒരു വണ്ടിയിൽ സാധനങ്ങളെല്ലാം കയറ്റി തിരികെ പോകുന്ന സമയത്ത് ചെറുതായിട്ട് ചെക്കൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ശംഭുനാഥ് ഒരു പോലീസ് ഓഫീസർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് മാത്രമേ ചെക്ക് ചെയ്യൂ. എന്നിട്ട് ശംഭുനാഥ് വണ്ടിയുമായിട്ട് ജയിലിൽ നിന്ന് പോവുകയാണ് പതിവായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നതും. എന്നത്തെയും പോലെ ശംഭുനാഥ് വിളവെടുത്ത സാധനങ്ങളുമായിട്ട് പുറത്തേക്കും പോകുന്നുണ്ട്. അങ്ങനെ ജയിലിലേക്ക് പുതിയ കുറച്ച് വനിതാ കുറ്റവാളികളെയൊക്കെ കൊണ്ടുവരികയാണ്. കൂട്ടത്തിൽ നൈന എന്നൊരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. ജോലി ചെയ്യുന്ന സ്ഥലത്ത് മോഷണം നടത്തിയെന്ന പേരിലാണ് നൈന ഇപ്പോൾ ജയിലിലേക്ക് എത്തിയിരിക്കുന്നതും. ജയിലിലേക്ക് വരുന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് വരുന്ന കുറ്റവാളികളെ പരിശോധിച്ചല്ലേ അകത്തേക്ക് കയറ്റുള്ളൂ. ഡ്രസ്സൊക്കെ ചെക്ക് ചെയ്യുന്നു. നൈനയ്ക്കാണെങ്കിലോ ആകെ പേടി. നൈന പോലീസുകാരെ കണ്ട് പേടിച്ച് നിൽക്കുമ്പോൾ നൈനയ്ക്ക് എന്തോ കള്ള ലക്ഷണമുണ്ട് എന്ന രീതിയിലാണ് അവിടുത്തെ ഉദ്യോഗസ്ഥ പെരുമാറുന്നത്. പരിശോധന കഴിഞ്ഞതിന് ശേഷം നൈനയെ സെല്ലിലേക്കും കൊണ്ടുപോകുന്നു. നൈന നടന്നു പോകുന്നതൊക്കെ മഞ്ജു കാണുന്നുണ്ട്. എന്ത് തെറ്റായി പെൺകുട്ടി ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന സഹ തടവുകാർ പറയുന്നത് ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് മോഷണം നടത്തിയെന്നാ പറയുന്നത്. പക്ഷേ
ഈ കുട്ടി നിരപരാധിയാ, അവിടുത്തെ മാനേജറാ കുറ്റം ചെയ്തത്, എന്നിട്ട് ഇവളുടെ തലയിൽ ഇട്ടുകൊടുത്തതാണെന്നും കൂടെയുള്ളവർ പറയുന്നു. അത് കേൾക്കുന്ന മഞ്ജുവിന് തന്നെ തന്നെയാണ് ഓർമ്മ വരുന്നത്. അവൾ നടന്നു പോകുന്നതൊക്കെ കാണുമ്പോൾ പണ്ട് താൻ നടന്നു പോയതൊക്കെ മഞ്ജുവിന് ഓർമ്മ വരുന്നു. മഞ്ജു വല്ലാതെ സങ്കടപ്പെടുകയാണ്. ജയിലിലുള്ള എല്ലാവരും മഞ്ജുമായിട്ട് നല്ല കമ്പനിയാ. എല്ലാവരുമായിട്ടും മഞ്ജു നന്നായിട്ടാണ് പെരുമാറുന്നതും. മാത്രവുമല്ല, അവിടെ വർക്ക് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ മഞ്ജുവിനോട് നന്നായിട്ടാണ് സഹകരിക്കുന്നതും സംസാരിക്കുന്നതും. മദ്യപിക്കുന്ന സമയത്തൊക്കെ മഞ്ജുവിനെയും കൂടെ കൂട്ടാറുണ്ട്. അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥയോട് മഞ്ജു സംസാരിക്കുക. മഞ്ജുവിനോട് അവർ ചോദിക്കുന്നത്, നിങ്ങൾ 2 കൊലപാതകം ചെയ്തെന്ന് നിങ്ങളുടെ പെരുമാറ്റവും സംസാരവും ഒന്നും കാണുമ്പോൾ തോന്നില്ലല്ലോ, നിങ്ങളൊരു പാവമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടിയായിട്ട് മഞ്ജു പറയുന്നത്, ഞാൻ ഇത്രയും നാള് നിങ്ങളോട് സംസാരിച്ചത് വെച്ച് ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതിന് മറുപടിയായിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥ പറയുന്നത്, ഇല്ല. പിന്നെ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതിന് മഞ്ജുവിന് മറുപടിയില്ലായിരുന്നു. ആ ഒരു സീൻ അവിടെ കട്ടായി കുറെ നാളുകൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. ജയിലിൽ കിടക്കുന്ന കുറ്റവാളികളെയൊക്കെ കോടതിയിലേക്ക് കൊണ്ടുപോകണമല്ലോ. അങ്ങനെ നൈനയെയും കുറെ കുറ്റവാളികളെയും കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. കൂട്ടത്തിൽ കേശവ് എന്നൊരാളും നടന്നു വരുന്നുണ്ട്. കേശവാണെങ്കിലോ അവിടെ ഉണ്ടായിരുന്ന ഒരു പട്ടിക്കുട്ടിയെ നന്നായിട്ട് കളിപ്പിക്കുക. അതെല്ലാം കാണുന്ന നൈന പുഞ്ചിരിയോട് കൂടിയാണ് കേശവിനെ നോക്കുന്നത്. നല്ല മനസ്സുള്ള ആളാണല്ലോ എന്നൊക്കെ നൈന ചിന്തിക്കുന്നു. എന്നാൽ സത്യത്തിൽ ഈ കേശവ് ഒരു സൈക്കോ ആയിരുന്നു. കേശവാണെങ്കിലോ ആ പട്ടിക്കുട്ടിയെ കളിപ്പിച്ചെടുത്തു കൊണ്ടുവന്നിട്ട് വണ്ടിയുടെ ടയറിനടിയിൽ കൊണ്ടുവന്ന് വെക്കുകയാണ്. എന്നിട്ട് വണ്ടിയിലേക്ക് കയറിയിട്ട് ആ വണ്ടി ഓടിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനോട് വണ്ടി എടുക്കുവാനായും പറയുന്നു. പക്ഷെ ആ പോലീസ് ഉദ്യോഗസ്ഥന് നായ്ക്കുട്ടിയെ കണ്ടിട്ട് പാവം തോന്നുകയാ. എങ്ങനെ വണ്ടി എടുക്കാനാന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ഈ സൈക്കോയായ കേശവാണെങ്കിൽ അയാളെ ഒരുപാട് വിരട്ടും. വേറെ വഴിയില്ലാതെ വണ്ടി എടുക്കുകയാണ്. അതോടുകൂടി നായ്ക്കുട്ടിയും ചത്തുപോകുന്നു. അത്രയും നേരം പാവമെന്ന് നൈന അയാളെ കരുതിയെങ്കിൽ നൈനയ്ക്കിപ്പോൾ അയാളെ പേടിയാകുവാനായും തുടങ്ങി. മാത്രവുമല്ല, ആ ഒരു വണ്ടിയിലിരിക്കുന്ന എല്ലാവർക്കും, പോലീസുകാർക്ക് വരെ കേശവിന് വല്ലാത്ത പേടിയാണ്. കാരണം MLA സഹോദരനാണ് ഈ കേശവ്. അതുകൊണ്ട് തന്നെ കേശവ് പറയുന്നത് എന്തും അവർക്ക് കേൾക്കേണ്ടി വരുമല്ലോ. മാത്രവുമല്ല, ജയിലിലുള്ള രഞ്ജിനി എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥയുമായിട്ട് ഈ കേശവ് അത്യാവശ്യം വല്ലാത്തൊരു ബന്ധത്തിലൂടെയാണ് കടന്നു പോകുന്നതും. അതുകൊണ്ട് തന്നെ രഞ്ജിനിക്കടുത്തിരുന്ന് കേശവ് സംസാരിക്കുക. അപ്പോഴാണ് കേശവ് നൈനയെ കാണുന്നത്. കേശവിന് ആദ്യ കാഴ്ചയിൽ തന്നെ നൈനയെ ഒരുപാട് ഇഷ്ടമായി. ആരാ ഈ പെണ്ണെന്ന് രഞ്ജിനിയോട് ചോദിക്കുമ്പോൾ മോഷണക്കുറ്റത്തിന് ജയിലിലേക്ക് വന്നതാണെന്നും രഞ്ജിനി പറയുന്നു. ആണോ, ഇവളെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അവളോട് എന്റെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റണമെന്നും രഞ്ജിനിയോട് പറയുന്നു. പക്ഷേ രഞ്ജിനിയാണെങ്കിൽ മാക്സിമം നൈനയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നതും. പക്ഷേ രഞ്ജിനി നൈനയെ രക്ഷിക്കുവാനായിട്ട് ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കിയ കേശവ്, നിനക്ക് കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയില്ലേ, നീ ഇവളെ എനിക്ക് അടുത്തേക്ക് പറഞ്ഞു വിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്റെ മകളെ ഞാൻ റേപ്പ് ചെയ്യുമെന്ന നിലയിലാണ് കേശവ് സംസാരിക്കുന്നത്. അത് കേട്ട് രഞ്ജിനിക്ക് വല്ലാതെ പേടിയാകുന്നു. മാത്രമല്ല, രഞ്ജിനിക്ക് കുറെ കാശ് കൊടുത്തത് കൊണ്ട് തന്നെ കേശവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിക്കുവാനായിട്ടും രഞ്ജിനി തീരുമാനിക്കുന്നു. കോടതിയിലേക്കും എത്തുകയാണ്. പക്ഷേ നൈനയ്ക്കാണെങ്കിൽ ബെയില് കിട്ടാൻ പോകുന്നു. അത് മനസ്സിലാക്കിയ കേശവ് നൈനയുടെ വക്കീലിനെ അടുത്തേക്ക് വിളിച്ചിട്ട് ആ പെൺകുട്ടിയുടെ കേസ് എന്തായെന്ന് ചോദിക്കുമ്പോൾ അവൾക്കിപ്പോൾ ബെയില് കിട്ടുമെന്നും വക്കീൽ പറയുന്നു. ഓഹോ, ഒരു കാര്യം നീ ചെയ്യണം. അവൾക്ക് 1 മാസത്തേക്ക് ബെയില് കിട്ടാൻ പാടില്ല. എന്ത് വേണമോ നീ ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയുമെന്നൊക്കെ രീതിയിലാണ് കേശവ് സംസാരിക്കുന്നത്. മാത്രവുമല്ല, കേശവ് കുറേ കാശ് വക്കീലിനും കൊടുക്കുന്നുണ്ട്. MLA സഹോദരനായതുകൊണ്ട് തന്നെ വക്കീലിനും അനുസരിക്കേണ്ടി വരുമല്ലോ. കേശവ് വക്കീലിനോട് സംസാരിക്കുന്നതെല്ലാം നൈന കേൾക്കുന്നുണ്ടായിരുന്നു. കേശവ് തനിക്ക് മേൽ കണ്ണുവെച്ചു എന്നുള്ള കാര്യം നൈനയ്ക്ക് മനസ്സിലായി. അവൾ വല്ലാതെ ടെൻഷനാവുകയാണ്. കേസെല്ലാം കഴിഞ്ഞിട്ട് നേരെ ജയിലിലേക്ക് എത്തുന്ന സമയത്ത് നൈന വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്നത് മഞ്ജു ശ്രദ്ധിക്കുന്നു. എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ആ കേശവ് എന്റെ മേൽ കണ്ണുവെച്ചിരിക്കുക. അവൻ എന്തായാലും എന്നെ ഇല്ലാതാക്കും. എനിക്ക് ബെയില് കിട്ടിയതാ, അതുവരെ അവൻ ക്യാൻസൽ ചെയ്യിച്ചു എന്ന് പറഞ്ഞാണ് നൈന കരയുന്നത്. നീ സങ്കടപ്പെടണ്ട, എത്രയും വേഗം നീ പുറത്തിറങ്ങുമെന്നും മഞ്ജു അവളെ സമാധാനിപ്പിക്കുന്നു. മറ്റൊരു വശത്ത് പ്രകാശിനെ കാണിക്കുകയാണ്. പുതുതായിട്ട് ജോയിൻ ചെയ്ത ഇൻസ്പെക്ടർ ആയതുകൊണ്ട് തന്നെ ജയിലിലുള്ള വനിതാ തടവുകാരെ കാണുവാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ് പ്രകാശ്. എന്നാൽ പ്രകാശിനെ കാണുന്ന മഞ്ജു ആണെങ്കിലോ ഞെട്ടിയാണ് പ്രകാശിനെ നോക്കുന്നത്. അതിൽ നിന്നും മഞ്ജുവിന് മുൻപേ പ്രകാശിനെ പരിചയമുണ്ടെന്നാ തോന്നുന്നത്. ആ ഒരു സീൻ അവിടെ കട്ടായി കേശവിനെയാണ് കാണിക്കുന്നത്. കേശവാണെങ്കിലോ തന്റെ ജോലികളൊന്നും ചെയ്യാതെ ആ സെല്ലിൽ തന്നെയുള്ള ഒരു വയസ്സായ ആളിനെ കൊണ്ടാണ് ജോലി ചെയ്യിക്കുന്നത്. അയാൾക്കാണെങ്കിലോ ഒരു ചെവിയും കേൾക്കാൻ കഴിയത്തില്ല. കേശവ് പറയുന്നതൊന്നും അയാൾ കേൾക്കാതിരിക്കുന്ന സമയത്ത് കേശവ് അയാളെ തന്റെ ചെരുപ്പൂരിയാണ് ചെവിക്കടിക്കുന്നത്. അത് കാരണം അയാൾ ഒരുപാട് കരയുന്നു. അയാളെ ഉപദ്രവിക്കുന്നത് പ്രകാശ് കണ്ടുകൊണ്ടുവരികയാണ്. പ്രകാശാണെങ്കിലോ അവനെ ഒരുപാട് വിരട്ടുകയും അവനെ തല്ലുകയും ഒക്കെ ചെയ്യുന്നു. അത് കാരണം കേശവിന് വല്ലാതെ ദേഷ്യം വരികയും കേശവാണെങ്കിലോ പ്രകാശിനെ ഉഴപ്പിച്ചാണ് നോക്കുന്നത്. ഇതെല്ലാം പ്രകാശിനൊപ്പം നിൽക്കുന്ന ഖാൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കാണുന്നു. പ്രകാശാണെങ്കിലോ
ഖാൻ മറ്റൊരു മതത്തിലുള്ളത് കൊണ്ട് തന്നെ ഖാനിനെ വല്ലാത്ത രീതിയിലാണ് കാണുന്നതും മോശമായിട്ടാണ് പെരുമാറുന്നതും. ജാതിയെക്കുറിച്ച് നല്ല ചിന്തയുള്ള ആളാണല്ലോ പ്രകാശ്. ഖാനിനാണെങ്കിലോ പ്രകാശിന്റെ ആ പെരുമാറ്റമൊന്നും ഒട്ടും ഇഷ്ടമാകുന്നുണ്ടായിരുന്നില്ല. കേശവ് പ്രകാശിനെ രൂക്ഷമായി നോക്കുന്നത് കണ്ട ഖാൻ കേശവിനടുത്തേക്ക് എത്തിയിട്ട്, നിങ്ങൾ ആ പ്രകാശിനെ രൂക്ഷമായി നോക്കുന്നത് ഞാൻ കണ്ടു, എനിക്ക് ഒരുപാട് സന്തോഷമായി. ഒരുപാട് ജാതി വെറി തലയ്ക്ക് കയറിയ ആളാണ് ആ പ്രകാശ്. എന്നോട് മോശമായിട്ടാ പെരുമാറുന്നത്. അയാളെ എതിർക്കുവാനായിട്ട് ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്ന് ഖാനാണെങ്കിൽ അവനെ എരിയേറ്റി കൊടുക്കുന്നു. അതെല്ലാം കേട്ടുകൊണ്ടു നിന്ന കേശവാണെങ്കിലോ ഉടനെ തന്നെ പ്രകാശിനെ ഫോൺ ചെയ്യുന്നു. നീ വലിയ ആളാണെന്നാണോ നിന്റെ വിചാരം? നിന്റെ വീട്ടില് നിന്റെ ഭാര്യയും മക്കളുമില്ലേ? അവരുടെ കാര്യം തീരുമാനമായി എന്നുള്ള രീതിയിലാണ് കേശവ് ഭീഷണിപ്പെടുത്തുന്നത്. അത് കാരണം പ്രകാശിന് വല്ലാതെ ദേഷ്യം വരുന്നു. പ്രകാശ് നേരെ തന്നെ ജയിലിലേക്ക് എത്തി കേശവനടുത്തെത്തി കേശവനെ തല്ലി ചതയ്ക്കുകയാണ്. വേണ്ട വേണ്ട എന്ന് ഖാൻ പറഞ്ഞിട്ട് പോലും പ്രകാശ് കേട്ടതേയില്ല. തന്റെ ദേഷ്യം തീരുന്നത് വരെ കേശവിനെ തല്ലി. മാത്രമല്ല ആ സമയം പ്രകാശിന്റെ കയ്യിലെ മോതിരമൂര് തറയിലേക്ക് വീണിരുന്നു. അതൊന്നും ശ്രദ്ധിക്കാതെയാണ് പ്രകാശ് കേശവിനെ തല്ലി ചതയ്ക്കുന്നത്. മാത്രമല്ല കേശവിനെ ഒറ്റയ്ക്കൊരു സെല്ലിലേക്ക് മാറ്റുകയും ചെയ്തു. ഈ ഒരു വിവരം തലപ്പത്തുള്ളവർ വരെ അറിഞ്ഞു. MLA സഹോദരനായതുകൊണ്ട് തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥന് വല്ലാതെ പ്രഷറുണ്ടായി. ഉയർന്ന ഉദ്യോഗസ്ഥൻ പ്രകാശിനെ വിളിച്ച് ഒരുപാട് വഴക്ക് പറയുന്നു. പഴയതുപോലെ കേശവിനെ ആ സെല്ലിലേക്ക് മാറ്റണമെന്നും പറഞ്ഞിട്ട് വല്ലാതെ വഴക്ക് പറയുകയാണ് ഉയർന്ന ഉദ്യോഗസ്ഥൻ. ഉയർന്ന ഉദ്യോഗസ്ഥൻ പറയുന്നത് കേട്ടല്ലേ പറ്റൂ. അതുകൊണ്ട് തന്നെ പ്രകാശ് പഴയ സെല്ലിലേക്ക് കേശവനെ കൊണ്ടുവന്നാക്കുകയും ചെയ്യുന്നുണ്ട്. ആര് പറഞ്ഞാലും കേശവ് അനുസരിക്കത്തേയില്ല. അങ്ങനൊരു അവസ്ഥയാണ് ഇപ്പോൾ പോലീസുകാർക്ക് വന്നിരിക്കുന്നത്. അടുത്ത ദിവസം ജയിലില് കേശവിനെ കാണുന്നില്ല. പോലീസ് ഉദ്യോഗസ്ഥരെല്ലാവരും കേശവിനെ അന്വേഷിച്ചു. പക്ഷേ എവിടെയാണെന്ന് അറിയത്തില്ല. പ്രകാശും അവിടേക്ക് എത്തുകയാണ്. പ്രകാശിന് ആകെ ടെൻഷൻ. കാരണം തലേ ദിവസം കേശവിനെ തല്ലിച്ചതച്ചത് ഈ പ്രകാശാണല്ലോ. മാത്രമല്ല കേശവ് എവിടെ പോയി എന്ന് അന്വേഷിക്കുവാൻ വേണ്ടിയിട്ട് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെയും ഉയർന്ന ഉദ്യോഗസ്ഥൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥൻ വരുന്ന സമയത്ത് ഞാൻ കേശവനെ തല്ലിയ കാര്യം ആ ഉദ്യോഗസ്ഥനോട് പറയരുതെന്ന് പ്രത്യേകം പ്രകാശ് എല്ലാവരോടും പറയുന്നുണ്ട്. അങ്ങനെ കേശവിനെ കാണാതെ പോയ കേസ് അന്വേഷിക്കുവാൻ വേണ്ടിയിട്ട് അതീത് എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എത്തുന്നത്. അതീത് എത്തിയ ഉടനെ തന്നെ അതീതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത് ശംഭുനാഥ് ആയിരുന്നു. മാത്രമല്ല കേശവ് കിടന്ന സെല്ലിലേക്കൊക്കെ അതീതിനെ കൊണ്ടുപോയി അവിടെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതും ശംഭുനാഥാണ്. കേശവന്റെ സെല്ലിലേക്ക് എത്തുന്ന സമയത്ത് ആ ഒരു സെല്ലിൽ മുഴുവൻ സാധനങ്ങളൊക്കെ ചിതറി കിടക്കുകയാണ്. ഇവിടെ എന്തോ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അതീതിന് മനസ്സിലായി. ബാക്കിയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ എല്ലാവരെയും ചോദ്യം ചെയ്യുന്ന സമയത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പ്രകാശ് തലേ ദിവസം കേശവിനെ തല്ലിച്ചതച്ചു എന്നുള്ള കാര്യം പറയുന്നു. കേശവിന്റെ സഹതടവുകാരെ ചോദ്യം ചെയ്യുന്ന സമയത്ത് കേശവ് ഞങ്ങളെയൊക്കെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. മാത്രമല്ല സ്ത്രീ വിഷയത്തിലൊക്കെ അത്യാവശ്യം മുന്നിലാണെന്നുള്ള കാര്യം സഹതടവുകാർ പറയുന്നു. മാത്രവുമല്ല കോടതിയിലേക്ക് അവസാനമായി പോയ സമയത്ത് നൈന എന്നൊരു പെൺകുട്ടിയെ കണ്ടു. അവളെ അവന് ഒരുപാട് ഇഷ്ടമായി. അവളെക്കുറിച്ചാണ് അവൻ പറഞ്ഞുകൊണ്ടേയിരുന്നതെന്നും സഹതടവുകാരൻ പറയുന്നു. അത് കേട്ട അതീത് നേരെ എത്തുന്നത് വനിതാ ജയിലിലേക്കാണ്. നൈനയെ കാണുവാനായും എത്തുന്നുണ്ട്. നൈനയെ കൂട്ടിക്കൊണ്ടുവരുന്നത് രഞ്ജിനി എന്ന പോലീസ് ഉദ്യോഗസ്ഥയാണ്. ഈ രഞ്ജിനിയും കേശവും തമ്മിൽ വല്ലാത്തൊരു ബന്ധമുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ. രഞ്ജിനിയോടും കേശവിനെ പറ്റി അന്വേഷിക്കുന്നു. നൈനയോട് കേശവിനെ പറ്റി അന്വേഷിക്കുന്ന സമയത്ത് കോടതിയിൽ പോയ സമയത്താണ് അവസാനമായി ഞങ്ങൾ കണ്ടത്. കോടതിയിലേക്ക് പോയി തിരികെ വന്നു, അത്രേ സംഭവിച്ചുള്ളൂ എന്നും നൈന പറയുന്നു. നൈനയോട് ഓരോ കാര്യങ്ങളൊക്കെ അതീത് ചോദിക്കുമ്പോൾ അതിനൊക്കെ ചിലപ്പോൾ മറുപടി പറയുന്നത് ശംഭുനാഥ് ആയിരുന്നു. ശംഭുനാഥിനെ അതീതിന് നല്ല സംശയം തോന്നുകയാണ്. അന്നേ ദിവസം രാത്രി ബാക്കിയുള്ള പോലീസുകാരെല്ലാവരും നല്ല തണുപ്പായതുകൊണ്ട് തീ കായുകയായിരുന്നു. അവർക്കടുത്തേക്ക് എത്തുകയാണ് അതീത്. അതീതിന് വേണ്ടിയിട്ടുള്ള താമസ സൗകര്യം എല്ലാം ഒരുക്കി കൊടുത്തതും ശംഭുനാഥായിരുന്നു. അതുകൊണ്ട് തന്നെ ശംഭുനാഥിനെ കുറിച്ച് ഓരോ കാര്യങ്ങളൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിക്കുക. ഈ ശംഭുനാഥ് ഒരു പാവമാ. മകനെ പഠിപ്പിച്ചതിന് ഒരുപാട് കാശ് കടമൊക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ കടം വീട്ടുവാൻ വേണ്ടിയിട്ടാണ് ജയിലിലേക്ക് എത്തിയിട്ട് പച്ചക്കറികളൊക്കെ കൊണ്ടുപോയി മറിച്ചു വിറ്റ് കാശൊപ്പിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ പോലീസുകാർ പറയുന്നു. മാത്രവുമല്ല കേശവിനെ കാണാതായ അതേ ദിവസവും പച്ചക്കറി എടുക്കുവാൻ വേണ്ടിയിട്ട് ശംഭുനാഥ് വന്നിരുന്നുവെന്നും ശംഭുനാഥ് അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല, പാവമാണെന്നൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു. ആ ഒരു സീൻ അവിടെ കട്ടായി. അന്നേ ദിവസം പച്ചക്കറി എടുക്കുവാനായിട്ട് വന്ന സമയം നടന്ന കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. പതിവ് പോലെ ശംഭുനാഥ് പച്ചക്കറി എടുക്കുവാനായിട്ട് ജയിലിലേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് പച്ചക്കറി എല്ലാം എടുത്ത് തന്റെ വണ്ടിയുമായി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥൻ ചെക്ക് ചെയ്യുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥന് ശംഭുനാഥിന് നല്ല സംശയം തോന്നുന്നു. കാരണം ശംഭുനാഥ് നന്നായിട്ട് നിന്ന് പരുങ്ങുന്നുണ്ടായിരുന്നു. കത്തിവെച്ച് ആ ഒരു പച്ചക്കറിയെല്ലാം കുത്തി നോക്കുകയാണ് ചെയ്യുന്നത്. പതിവ് പോലെ കുത്തി നോക്കുകയാണ്. ശംഭുനാഥ് ആണെങ്കിലോ പോലീസ് ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്ന് കത്തിപ്പിടിച്ച് വാങ്ങിയിട്ട് അങ്ങനെയല്ല, ദേ ഇങ്ങനെ കുത്തി നോക്കുമെന്ന് പറഞ്ഞ് തുരുതുരാ അതിൽ കുത്തുന്നു. എന്നിട്ട്
വല്ലതും കണ്ടോ? ഇല്ലല്ലോ എന്ന് പറഞ്ഞ് കത്തിയും തിരികെ കൊടുക്കുകയാണ്. എന്നിട്ട് ശംഭുനാഥ് ആണെങ്കിലോ കുറച്ചു നേരം ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ അടുത്ത് നിന്ന് അത്യാവശ്യം സിഗരറ്റൊക്കെ വലിച്ചതിന് ശേഷമാണ് പതിയെ അവിടെ നിന്ന് പോകുന്നത്. അവിടെ നിന്ന് പോകുന്ന സമയത്ത് കയ്യിലും ചാക്കിലുമൊക്കെ രക്തമിരിക്കുന്നത് ശംഭുനാഥ് കാണുന്നു. ശംഭുനാഥ് ഉടനെ തന്നെ പോലീസ് ക്വാർട്ടേഴ്സിലേക്കാണ് തിരികെ വരുന്നത്. ആ ഒരു സീൻ അവിടെ കട്ടായി. ശംഭുനാഥിനെ സംശയമുണ്ടായിരുന്ന അതീത് ശംഭുനാഥിനെ കാണുവാൻ വേണ്ടിയിട്ട് ക്വാർട്ടേഴ്സിലേക്ക് എത്തുകയാണ്. കതകു തുറക്കുന്ന ശംഭുനാഥ് അതീതിനെ കണ്ടതും ഷോക്കായി പോകുന്നു. അതീത് അകത്തേക്ക് വന്നിരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ ശംഭുനാഥിനോട് ചോദിക്കുകയാണ്. ശംഭുനാഥിനോട് അതീത് ചോദിക്കുന്നത്, എല്ലാ തവണയും പച്ചക്കറിയുമായിട്ട് തിരികെ വരുമ്പോൾ നിങ്ങൾ നേരെ പോയി മദ്യമൊക്കെ വാങ്ങിച്ചിട്ടാ പതിവ് പോലെ വീട്ടിലേക്ക് വരുന്നത്. പക്ഷേ ഇത്തവണ മാത്രം നിങ്ങൾ നേരെ എന്താ ക്വാർട്ടേഴ്സിലേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ, അതെനിക്ക് നല്ല ക്ഷീണമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ക്വാർട്ടേഴ്സിലേക്ക് വന്നത്, അല്ലാതെ വേറൊന്നുമല്ല എന്നും ശംഭുനാഥ് പറയുന്നു. അതീതിന് തന്നെ നല്ല സംശയമുണ്ടെന്ന് മനസ്സിലാക്കിയ ശംഭുനാഥ് പറയുന്നത്, പച്ചക്കറി കൊണ്ടുവരുന്ന സമയത്ത് എന്തായാലും ചെക്ക് ചെയ്യും, കുത്തി നോക്കിയാണ് ചെക്ക് ചെയ്യുന്നത്. അതിനുള്ളിൽ വല്ല മനുഷ്യനോ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും രക്തം പൊടിഞ്ഞേനെ. അങ്ങനെയൊന്നുമില്ലല്ലോ. എന്തുണ്ടെങ്കിലും അത് ചത്തുപോകില്ലേ ആ ഒരു കുത്തുകൊള്ളുമ്പോൾ എന്നുള്ള കാര്യം ശംഭുനാഥ് പറയുമ്പോഴോ, അത് ശരിയാണല്ലോ എന്നും അതീത് ചിന്തിക്കുന്നു. ശംഭുനാഥ് മദ്യപിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ശംഭുനാഥ് ആണെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ് എടുക്കുവാനായിട്ട് ഫ്രീസറിനടുത്തേക്ക് പോകുന്നു. ഫ്രീസർ തുറക്കുന്ന സമയത്ത് അതിനുള്ളിലായിട്ട് കേശവുണ്ടായിരുന്നു. മാത്രവുമല്ല അതിനുള്ളിൽ നിന്നും ഐസ് കട്ടയും എടുത്തിട്ടാണ് ശംഭുനാഥ് ആ ഒരു ഫ്രീസർ അടച്ചിട്ട് വരുന്നത്. എന്തിനാ നിങ്ങൾ ഇത്രയും വലിയ ഫ്രീസർ വീട്ടിൽ വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, പച്ചക്കറി സൂക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഫ്രീസർ വാങ്ങിയത്. വാടകയ്ക്ക് താമസിച്ചിരുന്ന സമയത്ത് ഒരുപാട് കറണ്ട് ബില്ലാകുമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഫ്രീസർ യൂസ് ചെയ്യാതിരുന്നത്. പച്ചക്കറിയൊക്കെ ചീഞ്ഞു പോകും. ഞാനിപ്പോൾ പോലീസ് ക്വാർട്ടേഴ്സിലേക്ക് വന്ന സമയത്താ ഫ്രീസർ ഉപയോഗിക്കുന്നത്. കറണ്ട് ബില്ലൊന്നും ഞാൻ ഇനി ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ എന്നും ശംഭുനാഥ് പറയുന്നു. മാത്രവുമല്ല, പ്രകാശ് കേശവനെ ഒരുപാട് തല്ലിയ കാര്യവും ഇപ്പോൾ അതീത് അറിഞ്ഞിരിക്കുകയാണല്ലോ. ആ ഒരു കാര്യവും ശംഭുനാഥ് പറയുന്നുണ്ട്. ആ ഒരു സീൻ അവിടെ കട്ടായി ശംഭുനാഥിനെയാണ് കാണിക്കുന്നത്. ശംഭുനാഥ് കേശവന്റെ ഡെഡ് ബോഡി രാത്രിക്ക് രാത്രി തന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് കുഴിച്ചിടുകയും ചെയ്യുന്നു. എന്നാൽ അടുത്ത ദിവസം കേശവന്റെ ഡെഡ് ബോഡി കിട്ടിയെന്നൊരു വിവരമറിഞ്ഞ് ഉടനെ തന്നെ അവിടേക്ക് എത്തുകയാണ് അതീതും കൂട്ടരും. ബോഡി കിട്ടിയിരിക്കുന്നതോ പ്രകാശിന്റെ വീടിനടുത്ത് നിന്നും. മാത്രവുമല്ല ബോഡിയിൽ നിന്നും പ്രകാശിന്റെ ഒരു മോതിരവും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൊലയാളി പ്രകാശാണെന്ന് എല്ലാവരും ഉറപ്പിക്കുന്നു. മാത്രമല്ല കേശവന്റെ റൂമൊക്കെ അന്ന് അലങ്കോലപ്പെട്ട് കിടന്നത് കൊണ്ട് തന്നെ കേശവിനെ കൊന്നത് പ്രകാശാണെന്നുള്ള കാര്യം അതീത് ഉറപ്പിക്കും. ഉടനെ തന്നെ അതീത് പ്രകാശിന്റെ കൂടെ ഉണ്ടായിരുന്ന ഖാൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ കാണുവാനായും എത്തി. അന്ന് യഥാർത്ഥത്തിൽ എന്താണ് നടന്നതെന്ന് കൃത്യമായി പറയണമെന്ന് പറയുമ്പോൾ നടന്ന കാര്യമെല്ലാം ഖാൻ പറയുന്നു. എന്നാൽ ദേഷ്യം വന്ന അതീത് തന്റെ ബെൽറ്റൂരി ഖാനിനെ തല്ലുന്നു. സത്യം സത്യം പോലെ പറയണം, കേശവ് മരണപ്പെട്ടിരിക്കുന്നു. കേശവിനെ കൊന്നത് പ്രകാശല്ലേ എന്ന് ചോദിക്കുമ്പോൾ, മരണപ്പെട്ടോ? ഞാൻ കാണുന്ന സമയത്ത് കേശവ് മരണപ്പെട്ടിട്ടില്ല. കേശവിനെ പ്രകാശ് സാർ തല്ലിയത് സത്യമാണ്. പ്രകാശ് സാർ പോയ ഉടനെ തന്നെ കേശവ് ഫോൺ എടുത്ത് വനിതാ ജയിലിലുള്ള രജനി മാഡത്തിനെ വിളിച്ചു. രജനി മാഡത്തിനടുത്തേക്ക് പോയി കാണുമെന്നുള്ള സംശയവും ഖാൻ പറയുകയാണ്. അത് കേട്ട അതീത് ഉടനെ തന്നെ രജനിയെ കാണുവാനായും എത്തി. അതീതിന്റെ ഓരോ ചോദ്യങ്ങൾക്കും കാഷ്വലായിട്ടാണ് രജനി ഉത്തരം പറയുന്നത്. ആദ്യമൊന്നും പറയുവാനായിട്ട് രജനി കൂട്ടാക്കിയതേയില്ല. ഒടുവിൽ അതീതിന്റെ ചോദ്യങ്ങൾക്ക് സത്യം തുറന്നു പറയേണ്ടി വന്നു. രജനി പറയുന്നത്, അന്നേ ദിവസം കേശവ് തന്നെ ഫോൺ വിളിച്ചിരുന്നു. ഫോൺ വിളിച്ച കേശവ് നൈനയെ തന്റെ അടുത്തേക്ക് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ രജനി അതിന് തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ നിന്റെ മകളെ ഞാൻ കൊല്ലുമെന്നായിരുന്നു കേശവിന്റെ ഭീഷണി. ആ ഒരു ഭീഷണി പേടിച്ച് രജനിയാണെങ്കിലോ കേശവ് പറഞ്ഞ ആവശ്യം ചെയ്തു കൊടുക്കുകയാണ്. നൈനയെ സെല്ലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് കേശവ് പറഞ്ഞ സ്ഥലത്തേക്ക് തന്നെ നൈനയെ കൊണ്ടുവിടുന്നു. കുറെ നേരം കഴിഞ്ഞ് നൈനയെ അവിടെ നിന്നും തിരികെ കൂട്ടിക്കൊണ്ടുപോയി അവളുടെ സെല്ലിൽ കൊണ്ടുവന്ന് വിടുകയാണ് ചെയ്തത്. താൻ അതാണ് ചെയ്തതെന്നുള്ള കാര്യം രജനി പറയുന്നു. അത് കേട്ട് അതീതിന് വല്ലാതെ ദേഷ്യം വരും. നിങ്ങൾ ഒരു ജയിലിലുള്ള ആള് ചെയ്യേണ്ട കാര്യമാണോ നിങ്ങൾ ചെയ്തത്? നിങ്ങൾക്കതിന് ഒരു നാണമില്ലേ എന്ന് ചോദിക്കുമ്പോൾ, എന്റെ മകളെ കൊല്ലുമെന്ന് അവൻ ഭീഷണിപ്പെടുത്തി. അവൻ പറഞ്ഞ കാര്യം അതുപോലെ തന്നെ അവൻ ചെയ്യും. എന്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം എന്നെ സഹായിക്കാൻ എന്ന വണ്ണമാണ് അവൻ എന്നോട് കൂട്ടുകൂടിയത്. പക്ഷേ അവന്റെ ആവശ്യങ്ങളൊക്കെ വേറെയായിരുന്നു. അവനെ പേടിച്ചാണ് ഞാനത് ചെയ്തതെന്നും രജനി പറയും. അതെല്ലാം കേട്ടുകഴിഞ്ഞ അതീത് നേരെ പോകുന്നത് നൈനയെ കാണുവാൻ വേണ്ടിയിട്ടാണ്. നൈന കേശവുള്ള സമയത്താണല്ലോ നൈനയെ ജയിലിൽ നിന്ന് ഇറങ്ങുവാനായിട്ട് കേശവ് സമ്മതിക്കാതിരുന്നത്. എന്നാൽ ഇപ്പോൾ കേശവ് മരിച്ചതിന് ശേഷം നൈന ഇപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ അവൾ ജോലി ചെയ്യുന്നത് ഒരു സ്വർണ്ണക്കടയിലാ. സ്വർണ്ണക്കടയിലേക്ക് എത്തിയിരിക്കുകയാണ് അതീത്. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഡ്യൂട്ടി കഴിഞ്ഞ് നീ എന്നെ കാണുവാൻ വേണ്ടിയിട്ട് ഒരു പാർക്കിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ടാണ് അതീത് പോകുന്നത്. അതീത് പറഞ്ഞതുപോലെ തന്നെ പാർക്കിലേക്ക് എത്തിക്കുകയാണ് നൈന. നൈനയോട് ഓരോ കാര്യങ്ങളൊക്കെ അതീത് ചോദിക്കുന്നു. പക്ഷേ ചോദ്യങ്ങൾക്കൊന്നും വലിയ രീതിയിലൊന്നും അവൾ ഉത്തരം പറയുവാനായിട്ട് തയ്യാറായതേയില്ല. അവൻ എന്നെ ഒരുപാട് ടോർച്ചർ ചെയ്യുമായിരുന്നു. അന്ന് കോടതിയിലേക്ക് പോയി തിരികെ വന്നു, അപ്പോഴാണ് ഞങ്ങൾ കണ്ടതെന്നുള്ള കാര്യവും നൈന പറയും. എന്നാൽ നൈന പറയുന്നതെല്ലാം കള്ളമാണെന്നുള്ള കാര്യം അതീതിന് നന്നായിട്ട്
അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ അതീത് പറയുന്നത്, ഈ ഒരു കേസിന്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നെ കാരണം നിനക്കൊരു പ്രശ്നവും ഉണ്ടാകില്ല. നടന്നതെല്ലാം തുറന്നു പറയണമെന്നും അതീത് പറയുമ്പോഴോ, എന്താണ് സംഭവിച്ചെന്ന് നൈന തുറന്നു പറയുന്നു. നൈന അതീതിനെ വിശ്വസിച്ചിരിക്കുകയാണ്. അന്നേ ദിവസം രാത്രി കേശവ് പറഞ്ഞ സ്ഥലത്തേക്ക് രഞ്ജിനി നൈനയെ കൊണ്ടുവന്ന് വിടുകയാണ്. ആ റൂമിൽ നൈനയ്ക്കകത്ത് കേശവ് ഉണ്ടായിരുന്നു. രഞ്ജിനി നൈനയെ കൊണ്ടുപോകുന്നതെല്ലാം പുറത്തുനിന്ന് മഞ്ജു കാണുന്നുണ്ടായിരുന്നു. മഞ്ജു സെല്ലിലിരുന്ന സമയത്ത് തനിക്ക് പുറത്തേക്കൊന്ന് പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ജയിൽ വാർഡൻ സെല്ല് തുറന്നു കൊടുത്തിരുന്നു. അങ്ങനെ പുറത്തേക്ക് വന്ന സമയത്താണ് രഞ്ജിനി നൈനയും കൊണ്ട് പോകുന്നത് മഞ്ജു കണ്ടതും. അവിടെ എന്തോ കുഴപ്പമുണ്ടെന്ന് ചിന്തിച്ച മഞ്ജുവാണെങ്കിൽ നൈനയെ കൊണ്ടുവന്ന് വിട്ട സ്ഥലത്തേക്ക് എത്തുന്നു. മഞ്ജു കാണുന്ന കാഴ്ച നൈനയെ ക്രൂരമായിട്ട് റേപ്പ് ചെയ്യുവാനായി ശ്രമിക്കുന്ന കേശവിനെയാണ്. അവിടേക്ക് എത്തിയ മഞ്ജുവാണെങ്കിലോ കേശവിനെ ഒരുപാട് ഉപദ്രവിക്കുന്നു. തന്റെ കയ്യിലിരുന്ന ഷോൾ കൊണ്ട് മഞ്ജുവാണെങ്കിലോ കേശവിന്റെ കഴുത്തിൽ മുറുക്കുന്ന സമയത്താണ് കേശവ് മരണപ്പെട്ടു പോകുന്നതും. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് നൈന അതീതിനോട് തുറന്നു പറയുന്നു. മഞ്ജു ഇപ്പോൾ എവിടെയാണുള്ളതെന്ന് നയനയോട് ചോദിക്കുമ്പോൾ 28 വർഷത്തെ തടവ് ശിക്ഷയെല്ലാം കഴിഞ്ഞിട്ട് മഞ്ജു ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. എവിടെയാണുള്ളതെന്ന് തനിക്ക് അറിയില്ല എന്നുള്ള കാര്യവും നയന പറയുന്നു. എന്നാൽ മഞ്ജു എവിടെയാണുള്ളതെന്ന് കണ്ടുപിടിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ അതീത് നേരെ എത്തിയിരിക്കുന്നത് ജയിലിലേക്കാണ്. സഹതടവുകാരോട് ചോദിക്കുന്ന സമയത്ത് ആർക്കും മഞ്ജു എവിടെയാണുള്ളതെന്ന് അറിയത്തേയില്ല. എന്നാൽ മഞ്ജു എവിടെയാണ് പോയതെന്നുള്ള കാര്യം മഞ്ജുവുമായിട്ട് നല്ല കമ്പനിയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് അറിയാമായിരുന്നു. അതീതാണെങ്കിലോ നൈസിന് എവിടെയാണ് മഞ്ജു ഉള്ളതെന്ന് ചോദിച്ചറിയുന്നു. മഞ്ജു ഉള്ളത് ഒരു മലമ്പ്രദേശത്താണ്. അവിടെ ചായക്കട നടത്തിയാണ് മഞ്ജു ജീവിക്കുന്നതും. ഉടനെ തന്നെ അതീത് ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ വെച്ച് മഞ്ജുവിനെ കാണുകയാണ്. മഞ്ജു മാത്രമായിരുന്നില്ല, മഞ്ജുവിനൊപ്പം ശംഭുനാഥും ഉണ്ടായിരുന്നു. രണ്ടുപേരോടും അതീത് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും ചേർന്നല്ലേ കേശവനെ കൊന്നുകളഞ്ഞെന്നൊക്കെ ചോദിക്കുകയാണ്. അന്ന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നാണ് പിന്നീട് കാണിക്കുന്നതും. മഞ്ജു ആണെങ്കിലോ സെല്ലിലേക്ക് കടന്ന സമയത്ത് നൈനെ ക്രൂരമായിട്ട് റേപ്പ് ചെയ്യുവാനായി ശ്രമിക്കുകയായിരുന്നല്ലോ കേശവ്. മഞ്ജു കേശവിനെ ഒരുപാട് ഉപദ്രവിക്കുന്നു. എന്നാൽ കേശവാണെങ്കിലോ മഞ്ജുവിനെയും ക്രൂരമായി റേപ്പ് ചെയ്യുവാനായും ശ്രമിക്കുന്നു. അവസാനം കേശവിന്റെ കയ്യിൽപ്പെട്ട് മഞ്ജു മരിക്കുമെന്നായ സമയത്ത് മഞ്ജു അവിടെയുണ്ടായിരുന്ന കമ്പെടുത്ത് അവനെ അടിക്കുകയും തന്റെ കയ്യിലുണ്ടായിരുന്ന ഷോള് കുരുക്കി അവനെ കൊലപ്പെടുത്തുകയുമാണ് ചെയ്തത്. അതിനുശേഷം മഞ്ജു കരഞ്ഞുകൊണ്ട് ശംഭുനാഥിനെ വിളിച്ചു. താൻ ഇതുപോലെ കേശവനെ കൊന്നുവെന്ന് ശംഭുനാഥിനോട് പറഞ്ഞു. നീ കരയേണ്ട, എല്ലാ കാര്യവും ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞിട്ട് ശംഭുനാഥ് അവിടേക്ക് വന്ന് ആരും അറിയാതെ പച്ചക്കറി വണ്ടിയിൽ കേശവന്റെ ഡെഡ് ബോഡി കടത്തിക്കൊണ്ട് പോവുകയാണ് ചെയ്തതെന്നുള്ള സത്യവും അവർ തുറന്നു പറയുകയാണ്. നിങ്ങളാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത്. എന്നിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതിയോ? നിങ്ങളെ എന്തായാലും ഞാൻ കൂട്ടിക്കൊണ്ടു പോവുകയാണെന്ന് അതീത് പറയുമ്പോൾ, ഈ ഒരു കൊല നടത്തിയത് ഞാനാണെന്നുള്ളതിന്റെ തെളിവ് നിങ്ങളുടെ കൈവശമുണ്ടോ? ഡെഡ് ബോഡി എവിടെ നിന്നാണ് കിട്ടിയിരിക്കുന്നത്? പ്രകാശിന്റെ വീടിനടുത്തു നിന്നല്ലേ? ഡെഡ് ബോഡിയിൽ നിന്നും ഒരു മോതിരവും കിട്ടിയില്ല എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് അതീത് പറയുന്നു. സത്യത്തിൽ അന്ന് പ്രകാശാണെങ്കിൽ കേശവിനെ തല്ലുന്ന സമയത്ത് കേശവന്റെ കയ്യിൽ നിന്നും മോതിരം ഒരു തറയിൽ വീണല്ലോ. കേശവിന്റെ ഡെഡ് ബോഡി ശംഭുനാഥ് പ്രകാശിന്റെ വീടിന് പരിസരത്ത് കൊണ്ടുവന്ന് കുഴിച്ചിടുന്ന സമയത്ത് ആ ഒരു മോതിരം മനഃപൂർവ്വം തന്നെയാണ് ഉപേക്ഷിച്ചത്. മാത്രവുമല്ല, ശംഭുനാഥിന് നന്നായിട്ട് അറിയാം കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ കുഴിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഡെഡ് ബോഡി കിട്ടുമെന്ന്. അത് എത്രയും വേഗം നടക്കുമെന്ന് ഉറപ്പായതുകൊണ്ട് തന്നെയാണ് പ്രകാശിന്റെ വീടിന്റെ പരിസരത്ത് തന്നെ ഡെഡ് ബോഡി കൊണ്ടുവന്ന് കുഴിച്ചിട്ടതും. അപ്പോൾ ആ ഒരു സ്ഥലം കുഴിക്കുന്ന സമയത്ത് ഡെഡ് ബോഡി കിട്ടുമല്ലോ. ഇതെല്ലാം ശംഭുനാഥ് പ്ലാൻ ചെയ്തതാണ്. ഒരു തെറ്റും ചെയ്യാത്ത പ്രകാശിന്റെ മേൽ നിങ്ങളിങ്ങനെ കുറ്റമാരോപിക്കുന്നത് എന്തിന്? അത് തെറ്റല്ലേ എന്ന് അതീത് പറയുമ്പോൾ, തെറ്റോ? 2 കൊലപാതകം ചെയ്ത ആളാണ് പ്രകാശ് എന്നുള്ളൊരു സത്യവും ശംഭുനാഥ് തുറന്നു പറയുന്നു. അവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ്. യഥാർത്ഥത്തിൽ ഒരു കാമുകിയും കാമുകനെയും കൊന്നു എന്ന പേരിലല്ലേ 28 വർഷം മഞ്ജു ശിക്ഷ അനുഭവിച്ചത്? സത്യത്തിൽ അവരെ കൊന്നത് മഞ്ജു ആയിരുന്നില്ല, പ്രകാശ് തന്നെയാണ്. പ്രകാശിന്റെ മകളാണ് അവളുടെ കാമുകനൊപ്പം ഒളിച്ചോടി വന്നത്. ആ ഒരു വിവരം പ്രകാശ് അറിയുന്നു. പ്രകാശ് മകളെ തിരക്കി ആ ഒരു ഗസ്റ്റ് ഹൗസിലേക്ക് എത്തുകയാണ്. മകളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട് ഒരുപാട് ശ്രമിക്കും. എന്നാൽ മകളാണെങ്കിലോ എന്ത് സംഭവിച്ചാലും ആ പയ്യനൊപ്പമേ ജീവിക്കൂ എന്ന വാശിയിലായിരുന്നു. അത് കാരണം പ്രകാശാണെങ്കിലോ രണ്ടുപേരെയും അടിച്ചു കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. എന്നാൽ ഇത് മഞ്ജു കണ്ടുകൊണ്ടുവന്നു. മഞ്ജു കണ്ടുവെന്ന് മനസ്സിലാക്കിയ പ്രകാശാണെങ്കിൽ താൻ പോലീസ് ആയതുകൊണ്ട് തന്നെ തന്റെ സ്വാധീനം ഉപയോഗിച്ച് മഞ്ജു ആണ് അവരെ രണ്ടുപേരെയും കൊന്നതെന്ന് കള്ളക്കേസ് ഉണ്ടാക്കി മഞ്ജുവിനെ കുടുക്കി. ചെയ്യാത്ത കുറ്റത്തിനാണ് 28 വർഷം മഞ്ജു ജയിൽ ശിക്ഷ അനുഭവിച്ചത്. ചെയ്യാത്ത തെറ്റ് മഞ്ജുവിന്റെ മേൽ ആരോപിച്ചതുകൊണ്ടും രണ്ടുപേരെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തി തന്റെ അധികാരം കയ്യിൽ വെച്ച് അതൊരു നിരപരാധിക്ക് മേൽ വിട്ടുകൊടുത്തത് തന്നെയാണ് പ്രതികാരം വീട്ടുവാൻ വേണ്ടിയിട്ട് കേശവിന്റെ ഡെഡ് ബോഡി പ്രകാശിന്റെ വീടിന്റെ പരിസരത്ത് കൊണ്ടുവന്ന് കുഴിച്ചിട്ടതെന്നും ശംഭുനാഥ് പറയുന്നു. അതെല്ലാം കേട്ടതും അതീതിന് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായി. കാരണം അവർ രണ്ടുപേരും ചെയ്തതിൽ എന്ത് തെറ്റ്? അധികാരം ഉപയോഗിച്ചല്ലേ ഒരു നിരപരാധിയെ കുറ്റവാളിയാക്കിയത് പ്രകാശ്.
അതുകൊണ്ട് തന്നെ അവർക്ക് മേൽ കേസെടുക്കാതെ ഈ സത്യമെല്ലാം അവർ 3 പേരിൽ തന്നെ നിലനിൽക്കട്ടെ എന്ന് കരുതിയാണ് അതീത് അവിടെ നിന്ന് പോകുന്നത്. അതീത് നേരെ എത്തിയിരിക്കുന്നത് പ്രകാശിനടുത്തേക്കാണ്. പ്രകാശ് ചെയ്ത ഓരോ തെറ്റുകളും അതീത് ഓരോന്നോരോന്നായിട്ട് എണ്ണി എണ്ണി പറഞ്ഞു. പ്രകാശിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയായി. മാത്രമല്ല തന്റെ മേൽ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് പ്രകാശ് ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മോതിരം എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് അതീത്. അതോടുകൂടി പ്രകാശിന് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായി. പ്രകാശാണെങ്കിൽ ആ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, കേശവനെ കൊന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ കുറ്റം വന്നിരിക്കുന്നത് പ്രകാശിനാണല്ലോ. എങ്ങനെയാണോ പ്രകാശ് മഞ്ജുവിനെ കുടുക്കിയത്, അതേ പാറ്റേണിൽ തന്നെയാണ് ഇപ്പോൾ പ്രകാശും കുടുങ്ങിയിരിക്കുന്നത്. എന്നായാലും താൻ ചെയ്ത പ്രവൃത്തിക്കുള്ള ഫലം താൻ തന്നെ അനുഭവിക്കും എന്നുള്ളതിന്റെ സൂചനയാണല്ലോ ഇത്. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.